Hello everyone, welcome back to Xylem, welcome back to the world of English. Whenever we start to learn SSLC English or any English for that matter, the first concern that comes up every single time is grammar. So I am not fluent in grammar, my grammar is not top notch, so how can I construct beautiful sentences, how can I tackle grammar questions? ഈ ഗ്രാമറാണ് നിങ്ങളുടെ കൺസേൺ എങ്കിൽ യു ആർ ഇൻ ദ റൈറ്റ് പ്ലേസ്. SSLCയിൽ അത്യാവശ്യം വേണ്ട, നിർബന്ധമായി നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ഗ്രാമർ ടോപ്പിക്കുകളാണ് ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Come on, let's do this. My dear children, before we are discussing the content, I have a humble suggestion for you as well as a very important information that is going to be super productive for you. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി നിങ്ങളൊരു SSLC സ്റ്റുഡൻ്റ് ആയിരിക്കും. നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ ആവശ്യമായ ലൈവ് ക്ലാസ്സുകൾക്കും കോണ്ടന്റ് വീഡിയോസിനും വേണ്ടി നിങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ സ്വന്തം ചാനലായ Xylem SSLC സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യാം. ആൻഡ് ദ സെക്കൻഡ് തിങ്, 2025 SSLC എക്സാമിൽ നിങ്ങൾ മുഴുവൻ വിഷയങ്ങൾക്കും A+ സ്വപ്നം കാണുന്ന ഒരാളാണെങ്കിൽ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് Xylem Astra ബാച്ച്. Xylem SSLC കുട്ടികൾക്ക് വേണ്ടി ഒരുക്കുന്ന എക്സ്ക്ലൂസീവ് ബാച്ച് ആണത്. വളരെ അഫോർഡബിൾ ആയ നിരക്കിൽ നിങ്ങളുടെ സ്വന്തം ടീച്ചേഴ്സ്, കേരളത്തിലെ നമ്പർ 1 ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് ദിവസവും ലൈവ് ക്ലാസ്സുകളിലൂടെയും കോണ്ടന്റ് വീഡിയോസിലൂടെയും നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നു. ഉറപ്പായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യണം എന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം. സോ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ഈ നമ്പറിൽ വിളിച്ച് ഇപ്പൊ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. ഡു ജോയിൻ us, your future self will thank you for that. സോ മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏത് ടോപ്പിക്കാണ്? യെസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേർബ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. എനിക്കറിയാം സർ, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക്കാണ്. നിങ്ങൾ അത് തന്നെയാണോ വീണ്ടും പറയാൻ പോകുന്നത്? We are going to build some basics, ladies and gentlemen. So let's do this. Let's begin with something that you're already familiar with. V1, V2 and V3 form of the verb. This might sound familiar. നിങ്ങൾക്ക് അറിയാം, നിങ്ങളിത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇംഗ്ലീഷിലെ എത്ര വേർബിന്റെ V1, V2, V3 നിങ്ങൾക്ക് അറിയാം? അതും അറിയുന്നതൊക്കെ വളരെ കൃത്യമായിട്ട് തെറ്റാതെ ഒരു സംശയവുമില്ലാതെ നിങ്ങൾക്ക് അറിയാം. ഇതാണ് ചോദ്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ അടുത്തൊരു ചോദ്യം ഉണ്ടാവും, സർ ഇംഗ്ലീഷിൽ ഒരുപാട് വേർബ്സ് ഉണ്ട്, അതിനൊക്കെ V1, V2, V3 ഉണ്ട്. സോ ഷുഡ് വി മെമ്മറൈസ് ഓൾ ദ വേർബ് ഫോംസ്? ഇംഗ്ലീഷിലുള്ള മുഴുവൻ വേർബ് ഫോംസും ഞങ്ങൾ മെമ്മറൈസ് ചെയ്യണോ സർ? 10ാം ക്ലാസ്സിലെ SSLC ഇംഗ്ലീഷ് എക്സാം എഴുതാൻ പോകുന്ന ഞങ്ങൾ അത് മുഴുവൻ ചെയ്യണോ? That is a complicated question, but I have a diplomatic answer. ഇംഗ്ലീഷിലെ മുഴുവൻ വേർബ് ഫോംസും പഠിക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ബട്ട് ദിസ് ഈസ് പ്രാക്ടിക്കലി പോസിബിൾ. എന്ത് സർ? സ്റ്റാർട്ട് വിത്ത് കോമൺ വേർബ്സ്. ഇംഗ്ലീഷിലെ വളരെ കോമൺ ആയിട്ടുള്ള നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലുള്ള കുറച്ച് വേർബ്സ് ഉണ്ട്. അതിൻ്റെയെങ്കിലും V1, V2, V3 പഠിച്ചു വെക്കുക. നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യണം. എനിക്കറിയാം, ഈ ക്ലാസ് കേൾക്കുന്നതിൽ ഭൂരിഭാഗം കുട്ടികളും ഈ V1, V2, V3 ഇപ്പോഴും കൺഫ്യൂഷനുള്ള ആൾക്കാരാണ്. കുറേ പേർക്ക് ഇതറിയാം, but I'm talking about the majority. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാം? ഈ കോമൺ വേർബ്സ് എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് കിട്ടും സാർ ഇത്? അത് നാച്ചു സാർ ചെയ്തു തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ നിർബന്ധമായും ഇതിൽ നിങ്ങൾക്ക് ഇനിയും ആഡ് ഓൺ ചെയ്യാം കേട്ടോ. നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട കുറച്ച് വേർബ്സിന്റെ V1, V2, V3 ഫോംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1, 2, 3, 4 സ്ക്രീനുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ചെയ്യേണ്ട കാര്യം, ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് വേർബ്സ് ഒന്ന് വായിച്ചു നോക്കുക, വീഡിയോ പോസ് ചെയ്തിട്ട്. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ലെഫ്റ്റ് സൈഡ് ഈ സൈഡ് കവർ ചെയ്ത് വെച്ചിട്ട് ഇവിടെ ഈ വേർബ് എടുക്കുക. എന്നിട്ട് ഇതിന്റെ V2, V3 നിങ്ങൾ പറയുന്നത് കറക്റ്റ് ആണോ നോക്കുക. ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. അവേക്ക് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ V2 അവേക്ക്ഡ് പറയാൻ സാധ്യതയുണ്ട്, ബ്രേക്ക് പറയുമ്പോൾ ബ്രേക്ക്ഡ് പറയാൻ സാധ്യതയുണ്ട്. അങ്ങനെയല്ല എന്ന് നിങ്ങൾക്ക് ഈ ടേബിൾ കാണുമ്പോൾ കൃത്യമായി മനസ്സിലാകും. ഇത് നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്തുണ്ടാക്കിയ ടേബിളാണ്. കൃത്യമായി നിങ്ങൾ വായിക്കണം. ഓക്കെ, റെഡി ആണല്ലോ? അടുത്ത ചോദ്യം ഇതാണ്, സർ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിങ് ആൻഡ് സിങ്സ്? അതായത് സാർ ഇപ്പൊ ഇവിടെ കുറെ വേർബ് പറഞ്ഞില്ലേ, ഹിയർ അതിന്റെ V2 ഹേർഡ് ആണ്, V3 ഹേർഡ് ആണ്. എന്നാൽ ഇതൊന്നും അല്ലാത്തൊരു സാധനമില്ലേ? ഹിയേഴ്സ്, സ്പീക്സ്, ഹൈറ്റ്സ്, ലീവ്സ്, ഗ്രോസ്, ടെൽസ്, റൈറ്റ്സ്, ഫോർഗെറ്റ്സ് ഇല്ലേ? അപ്പൊ എന്റെ ചോദ്യം അത് തന്നെയാണ്, എന്താണ് സിങ്ങും സിങ്സും തമ്മിലുള്ള വ്യത്യാസം? ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ട്രിക്കി ക്വസ്റ്റ്യൻ ഫോർ യു. എന്തുകൊണ്ടാണ് ഞാൻ പറയാം. സർ സിങ്ങും സിങ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് പറയും, സർ സിങ്സ് എന്ന് പറഞ്ഞാൽ V സിംഗുലർ ആണ്. ഇതല്ലേ നിങ്ങളുടെ മനസ്സിൽ വന്ന ഉത്തരം? സിങ്സ് എന്ന് വന്നാൽ എന്താണ്? V സിംഗുലർ ആണ്. എന്താണ്? V സിംഗുലർ ആണ്. എന്താ ഈ V സിംഗുലർ?
കൃത്യമായി കേട്ടോ. ഒരിക്കലും സിംഗ് എന്ന് പറഞ്ഞാൽ എന്തല്ല, സിങ്സ് എന്ന് പറഞ്ഞാൽ എന്തല്ല, സിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി പാടുന്നു, സിങ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കുട്ടികൾ പാടുന്നു എന്നൊരർത്ഥം അതിനില്ല. ദിസ് ഈസ് ആൻ ആബ്സല്യൂട്ട്ലി റോങ് portrayal of the V1 V2 or the V1 singular and V1 form of the verb. ഇങ്ങനെയൊന്നും അതിന് അർത്ഥമില്ല. ഞാനതിനെ സിമ്പിളാക്കി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ദിസ് ഈസ് അൻ ഇമ്പോർട്ടൻ്റ് ഐഡിയ. നിങ്ങൾ ഏതൊരു വേർബ് എടുത്തോളൂ, ഏതൊരു വേർബിൻ്റെ V1 എടുത്തോളൂ. ഫോർ എക്സാമ്പിൾ, ഞാൻ സിംഗ് എന്ന് പറഞ്ഞൊരു വേർബ് എടുക്കുന്നു, SING, സിംഗ് എന്ന് പറഞ്ഞൊരു വേർബ് എടുക്കുന്നു. ഈ സിംഗ് V1 ആണ്. ഈ സിംഗ് എന്താണ്? V1 ആണ്. പക്ഷെ ഇത് കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ പറയുകയാണെങ്കിൽ ഇത് V1 പ്ലൂരലാണ്. ഇതെന്താണ്? V1 പ്ലൂരലാണ്. സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? V1 പ്ലൂരലാണ്. അപ്പൊ സിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സിങ്സ് എന്ന് പറഞ്ഞാൽ V1 സിംഗുലർ ആണ്. എന്താണ്? V1 സിംഗുലർ ആണ്. ദിസ് ഇസ് ദ ഐഡിയ. ഇത്രേ ഉള്ളൂ പരിപാടി. ഈ ഐഡിയ നിങ്ങൾക്ക് കത്തിയാൽ മതി, ഈ ബൾബ് നിങ്ങൾക്ക് കത്തിയാൽ മതി. എന്താണ്? സിംഗ് എന്ന് പറഞ്ഞാൽ V1 പ്ലൂരലാണ്, സിങ്സ് എന്ന് പറഞ്ഞാൽ V1 സിംഗുലർ ആണ് എന്ന് പറഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ തലയിൽ കയറേണ്ട കാര്യം. രണ്ടും സിംഗുലർ ആണ്, രണ്ടും V1 ആണ്. ഗെറ്റ് ദിസ് ഇൻ യുവർ തിക് സ്കൾ. എന്താണ്? രണ്ടും V1 ആണ്. ഇതാണ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഐഡിയ. V സിംഗുലർ എന്ന് പറഞ്ഞാൽ അതും എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അത് V1 ആണ്, കാരണം അത് V1 സിംഗുലർ ആണ്, ഇത് V1 പ്ലൂറൽ ആണ്. സിമ്പിൾ എക്സാമ്പിൾ എടുത്തോ നിങ്ങൾ. ഞാനൊരു സിംഗുലർ പ്രോനൗൺ എടുക്കുന്നു, പ്ലൂറൽ പ്രോനൗൺ എടുക്കുന്നു. അവൻ പാടുന്നു എന്ന് പറയണമെങ്കിൽ എനിക്ക് V1 സിംഗുലർ ആയിട്ടുള്ള ഹീ സിങ്സ് എന്ന് പറയണം. അവർ പാടുന്നു എന്ന് പറയുമ്പോൾ V1 പ്ലൂറൽ ആയിട്ടുള്ള ദേ സിംഗ് എന്ന് പറയണം. ഇത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ ഇനി മുതൽ നിങ്ങളോട് ആരോടെങ്കിലും എസ് ഫോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് V സിംഗുലർ എന്ന് മാത്രം പറഞ്ഞു കൊടുക്കരുത്. അത് V1 സിംഗുലർ ആണ്, മറ്റേത് എന്താണ്? V1 പ്ലൂരൽ ആണ്. ഈ ഐഡിയ കൃത്യമായി എൻ്റെ മക്കള് മനസ്സിലാക്കി വെക്കണം. ഓക്കെ ആണല്ലോ? The next important thing we are going to discuss here is the curious case of do, does and did. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഐഡിയ ആണ്, ബേസിക്സ് ആണ്. ശ്രദ്ധിച്ചോ. ഞാൻ നിങ്ങളോട് ഐ ലവ് യു എന്ന് പറയുന്നു. ഒന്ന് പോസാറേ ഇത് പറയുന്നതിന് മുമ്പ് ഈ ഐ ലവ് യുനെ ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്യണം. ഈ ഐ ലവ് യുനെ എനിക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാന്നറിയോ? ഐ ഡു ലവ് യു എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ സർ? അതായത് ലവ് എന്ന് പറഞ്ഞാൽ V1 ആണല്ലോ. ലവ് എന്ന് പറഞ്ഞാൽ V1 ആണ്. നിങ്ങൾ ഏത് V1 ഫോം ഓഫ് ദ വേർബ് എടുത്തു കഴിഞ്ഞാലും അതിൽ ഡൂടെ കൂടെ ബേസ് ഫോം ചേർത്തിട്ടാണ് ഉണ്ടാക്കുക. ഡു പ്ലസ് ലവ് ആണ് എന്ത്? ലവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഐ ലവ് യുനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഐ ഡു ലവ് യു എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഇങ്ങനെ ഏത് കാര്യം വേണമെങ്കിലും സ്പ്ലിറ്റ് ചെയ്യാം, ഏത് V1 വേണമെങ്കിലും സ്പ്ലിറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഐ ഹേറ്റ് യു ഒന്ന് മനസ്സിൽ പറഞ്ഞേ. ഐ ഹേറ്റ് യു എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഐ ഹേറ്റ് യു ഈസ് ഈക്വൽ ടു ഐ ഡു ഹേറ്റ് യു. എന്താണ്? ഐ ഡു ഹേറ്റ് യു. അപ്പൊ ഏത് V1 ഫോം ഓഫ് ദ വേർബ് എടുത്തു കഴിഞ്ഞാലും അത് ഏത് ഓക്സിലറി വേർബ് ഉണ്ടാവും? ഡു ഉണ്ടാവും എന്നല്ല മക്കൾ ഓർമ്മിച്ച് വെക്കാം. അടിപൊളി. അടുത്തത്, ഹി ഡ്രോവ് എ കാർ. നമ്മൾ നോക്കുന്ന സമയത്ത് ഡ്രോവ് എന്ന് പറയുന്നത് V2 ആണ്. സോ V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഡ് എന്ന് പറഞ്ഞ ഓക്സിലറി വേർബിന്റെ കൂടെ V1 അല്ലെങ്കിൽ ബേസ് ഫോം ചേർക്കുക. ഡ്രൈവിന്റെ ബേസ് ഫോം എന്താ? ഡിഡ് ഡ്രൈവ് ആണ്. അപ്പൊ എനിക്ക് ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഹി ഡിഡ് ഡ്രൈവ് എ കാർ. എങ്ങനെയാണ്? ഹി ഡിഡ് ഡ്രൈവ് എ കാർ. കൃത്യമായി സ്പ്ലിറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ ആണല്ലോ? അടുത്തത്, ഷീ ലൈക്സ് മീ. ഇതിനെ എങ്ങനെയാ സ്പ്ലിറ്റ് ചെയ്യാം? ഞാൻ നോക്കുന്ന സമയത്ത് ലൈക്സ് എന്ന് പറഞ്ഞാൽ V1 സിംഗുലർ ആണ്. ലൈക്സ് എന്ന് പറഞ്ഞാൽ V1 സിംഗുലർ ആണ്. ഏത് എസ് ഫോമിലും ഒളിഞ്ഞു കിടക്കുന്ന ഓക്സിലറി വേർബ് ഡസ് ആയിരിക്കും. ഏതായിരിക്കും? ഡസ് ആയിരിക്കും. സോ ലൈക്സ് എന്ന് പറഞ്ഞാൽ ഡസ് പ്ലസ് ബേസ് ഫോം. ബേസ് ഫോം ഏതാ? ലൈക്ക് ആണ്. സോ ഡസ് പ്ലസ് ലൈക്ക്. അപ്പൊ ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഷീ ഡസ് ലൈക്ക് മീ. അവൾക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാ പറയാ? ഷീ ലൈക്സ് നോട്ട് മീ എന്നാണോ പറയാ? അല്ലല്ലോ. എന്താ പറയാ? അങ്ങനെ ഇഷ്ടമല്ല നെഗറ്റീവ് ചേർക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഷീ ഡസ് പുറത്തേക്ക് എടുത്തിട്ട് അതിൻ്റെ കൂടെ എന്ത് ചേർക്കും? നോട്ട് ചേർക്കും. ഷീ ഡസിൻറ്റ് ലൈക്ക് മീ എന്ന് ചേർക്കും. ഓക്കെ,
റെഡി. സോ ഇതാണ് വേർബ് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. ഇതും നിർബന്ധമായിട്ടും എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. V1 ആണെങ്കിൽ ഡു പ്ലസ് ബേസ് ഫോം ആണ്, V2 ആണെങ്കിൽ ഡിഡ് പ്ലസ് ബേസ് ഫോം ആണ്, V3 ആണെങ്കിൽ V സിംഗുലർ ആണെങ്കിൽ V3 ആണെങ്കിൽ അതിനുള്ളിൽ ഓക്സിലറി വേർബ്സ് ഉണ്ടാവില്ല, ഓൾറെഡി പുറമെ ഹാസോ ഹാവോ ഹാഡോ ഉണ്ടാവും. V1 സിംഗുലർ ആണെങ്കിൽ ഡസ് പ്ലസ് ബേസ് ഫോം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ ഇടണം. ക്വസ്റ്റ്യൻ ഇതാണ്, യു ലോസ്റ്റ് മൈ ഷൂസ്. ഇവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഓക്സിലറി വേർബ് തന്നിട്ടില്ല, പക്ഷേ ഇവിടെ ഡയറക്റ്റ് ഓക്സിലറി വേർബ് തന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന വേർബ് V2 ആണെന്നറിയെങ്കിൽ ആ V2നുള്ള ഓക്സിലറി വേർബ് പുറത്തേക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യാൻ പറ്റും. സോ ഇതിന്റെ ആൻസർ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സിൽ ഇടുക, ആൻസർ ഇൻ ദി കമന്റ് ബോക്സ്. ആൻഡ് അതുപോലെ നിങ്ങൾക്ക് ഈ സെഷൻ, ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. നമ്മൾ ബേസിക്സ് ബിൽഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങളൊക്കെ ഗംഭീരമായി പഠിച്ചു വെക്കാം. ആൻഡ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് നാസർ ഫാറുദ്ദീൻ, നിങ്ങളുടെ സ്വന്തം നാസർ, സൈനിങ് ഓഫ് ഫ്രം Xylem Learning. ഹാപ്പി ലേണിംഗ് എവരിബഡി.